ഒരു സമൂഹം അതിന്റെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു മികച്ച നേതാവിന്റെ ഉദയമുണ്ടാവുന്നത്. അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരണകർത്താക്കന്മാരുടെ മികവ് തെളിയിക്കണമെങ്കിലും സംസ്ഥാനമോ രാജ്യമോ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതിന് നേർ വിപരീതമായി ഭരിക്കുന്നത് കഴിവുകെട്ട ഭരണാധികാരികളാണെന്ന് മനസ്സിലാക്കാനും ഇത്തരം സാഹചര്യങ്ങൾ മതിയാകും. മണിപ്പൂർ മുഖ്യമന്ത്രി ഈ അവസാനം പറഞ്ഞ കഴിവുകെട്ട ഭരണാധികാരിയുടെ ലിസ്റ്റിൽ വരുമെന്ന് നിസ്സംശയം പറയാം. കലാപത്തിന്റെ പിടിയിലേക്ക് മണിപ്പൂർ മാറിയിട്ട് വർഷവും മാസങ്ങളും പിന്നിട്ടു. ഇതുവരെ കലാപത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗിന് സാധിച്ചിരുന്നില്ല. ഒടുവിൽ തന്റെ കഴിവുകേടിന് മാപ്പ് പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ബീരൻ സിംഗ്. നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടമായ കലാപം ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോഴും വായ് തുറക്കാൻ കൂട്ടാക്കാത്ത മുഖ്യമന്ത്രി വെറും മാപ്പ് എന്ന വാക്കിൽ തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഈ വർഷം നടന്നത് എന്നും അടുത്ത വർഷം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് തിരിച്ചറിയുന്ന മണിപ്പൂർ ജനത എല്ലാം പരിഹരിക്കാമെന്ന വാക്ക് വിശ്വാസത്തിലെടുക്കാനും പോകുന്നില്ല. ഈ വർഷം നടന്ന സംഭവങ്ങൾ മുഴുവനും ദൗർഭാഗ്യകരമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കഴിഞ്ഞ മെയ് 3 മുതൽ ഇന്ന് വരെ സംഭവിച്ചതിന് സംസ്ഥാനത്തെ ജനങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിരവധി ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. നിരവധി ആളുകൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ചു. ദുഃഖമുണ്ട്, ക്ഷമ ചോദിക്കുന്നു. 2025ഓടെ സംസ്ഥാനത്ത് സാധാരണ നില പുനഃസ്ഥാപിക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. കലാപത്തിൽ ഒട്ടേറെ പേർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. പലരും വീട് വിട്ടിറങ്ങി. സംഭവത്തിൽ തനിക്ക് പശ്ചാത്താപം തോന്നുന്നുണ്ടെന്നും ബീരൻ സിംഗ് പറയുന്നുണ്ട്. മണിപ്പൂരിലെ 35 ഗോത്രങ്ങളും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് തനിക്ക് പറയാനുള്ളത്. സംസ്ഥാനത്തെ എല്ലാ സമുദായങ്ങളോടും താൻ ഇക്കാര്യം അഭ്യർത്ഥിക്കുകയാണെന്നും ബീരൻ സിംഗ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എത്ര മാപ്പ് പറഞ്ഞാലും കലാപത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുകയില്ല. കാരണം മുഖ്യമന്ത്രി ബീരൻ സിംഗിന് 2023 മെയ് 3 മുതൽ സംസ്ഥാനത്ത് ആളിപ്പടർന്ന വംശീയ കലാപത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഓഡിയോ സന്ദേശങ്ങൾ തെളിവായി പുറത്തു വന്നിരുന്നു. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ BJP MLA പോലും ക്ഷമ നശിച്ച മുഖ്യനെതിരെ തിരിഞ്ഞു വന്നു. ടേപ്പ് പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 10 MLA രംഗത്ത് വന്നു. അന്ന് ഏറെ പണിപ്പെട്ടുകൊണ്ടാണ് BJP ഈ MLA ഒതുക്കി തീർത്തത്. 10 പേരിൽ 9 പേരും സംസ്ഥാനത്തെ കുങ്കി സമുദായത്തിൽ നിന്നുമുള്ള BJP MLA. നേരത്തെ പുറത്തു വന്നിരുന്ന 48 മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ റെക്കോർഡിംഗ് ചെയ്തത് കലാപത്തിന്റെ നാളുകളിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തിയ ഒരു മീറ്റിംഗിൽ വെച്ചാണെന്ന് സാക്ഷികൾ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയെ തന്നെ കേൾക്കാൻ എത്തിയവരെ ആശ്വസിപ്പിക്കുന്നതായിട്ടാണ് ഓഡിയോ ക്ലിപ്പിലുള്ളത്. കേന്ദ്ര ഏജൻസികൾ വിളിക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കരുത് എന്നും അതിനാൽ ഇടപെടാൻ സമയമുണ്ടാകണമെന്നും മുഖ്യമന്ത്രി തന്നെ കാണാൻ എത്തിയവരോട് പറയുന്നതായും ഓഡിയോ ക്ലിപ്പിലുണ്ട്. 2023 ഓഗസ്റ്റ് 7 കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പങ്കുവച്ചിരുന്നു. കലാപനാളുകളിൽ പക്ഷാപാതപരമായി ഒരു മീറ്റിംഗിൽ മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശബ്ദശകലങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇത് പിന്നീട് നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പങ്കുവയ്ക്കപ്പെട്ടു. അതേ രാത്രി മണിപ്പൂർ സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയുടെ ശബ്ദമാണ് ഓഡിയോ ക്ലിപ്പിൽ എന്ന വാദം നിഷേധിച്ചു. റെക്കോർഡിംഗ് വ്യാജമായി കെട്ടിച്ചമച്ചതാണെന്നും അതിൽ പറയുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി അന്നത്തെ യോഗത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ടേപ്പിലുള്ളതെന്ന് യോഗത്തിൽ പങ്കെടുത്ത ചിലരും പിന്നാലെ വെളിപ്പെടുത്തിയതോടെയാണ് മുഖ്യമന്ത്രിയുടെ പിടി അയഞ്ഞത്. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രി മാപ്പുകൂടി പറഞ്ഞതോടെ അതൊരു കുറ്റസമ്മത മൊഴിയായി വ്യാഖ്യാനിക്കപ്പെടും.